ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കഴിഞ്ഞ ദിവസം ഒരു പൂക്കളത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, പൂക്കളെ എങ്ങനെ വരയ്ക്കാന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര കളാണ്, അത് വരയ്ക്കാനെ കുറച്ച് പ്രയാസമാണെന്നൊക്കെ പറഞ്ഞ് പലരും കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ട്, ആർക്കും വരയ്ക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു പൂക്കളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ വീഡിയോയിലേക്ക് കിടക്കാം. 1 മീറ്റർ റൗണ്ടിലൊക്കെ നല്ല ഭംഗിയിലിടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പൂക്കളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ വരുത്താം. ഈ അകത്തിരിക്കുന്ന ഈ വൈറ്റും റോസും ഉണ്ടല്ലോ, ഇത് ശരിക്കും ബ്ലാക്കും വൈറ്റും ആയിക്കാൻ വേറെ ഭംഗിയിൽ ഒന്നും കൂടെ ഭംഗിയിട്ടും. പിന്നെ ഈ സെൻറ്ററിലുള്ള ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഈ റൗണ്ട് ഇത് വേറെ ആളിട്ട പൂക്കളാട്ടോ, ഞാനിട്ട പൂക്കളല്ല. ഈ റൗണ്ട് നമുക്ക് ഒഴിവാക്കിയിട്ട് ശരിക്കും ഇതെല്ലാം കൂടെ ഈ കോണ് കറക്റ്റ് ഇങ്ങോട്ട് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ റൗണ്ട് വരച്ചിട്ട് നമുക്ക് പിന്നെ ഇങ്ങനെ ഈ കോണ് മാത്രം വരയ്ക്കാനുണ്ടാവുള്ളൂ. സിമ്പിളായിട്ട് ആർക്കും വരയ്ക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊന്ന് വരയ്ക്കാവുന്നു. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ തന്നെ ചാട്ടിൽ കൊള്ളുന്ന രീതിയിൽ ഒരു 25 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റൗണ്ടാണ് വരച്ചത്. മൊത്തം 8 കോണ് കിട്ടണം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ആദ്യം ഒന്ന് വരയ്ക്കാം. ഒരു മട്ടം നോക്കണം, 4 എണ്ണം ആക്കണം. ആദ്യം ഇതിനെ 4 എണ്ണം ആക്കി എടുക്കുക. എട്ടെണ്ണം കിട്ടി. 1 2 3 8 ഇനി അടുത്തത് ഇതിൻ്റെ അകത്തത്തെ ഈ ഒരു കോണ് നമുക്ക് കിട്ടണം. ഇതൊക്കെ ഈ കോൺ ഇങ്ങനെ കറക്റ്റ് കണക്റ്റാക്കി വരച്ചാൽ അതിങ്ങനെ കിട്ടും. സിമ്പിളാണത്. ഫസ്റ്റ് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നില്ല. അടുത്തത് ഈ കോൺ ഇങ്ങനെ ജോയിൻ്റ് ആക്കി വരയ്ക്കുക. ഈ അടിയിലത്തെ ഈ കോണാണ് വേണ്ടത്. ഇത് ജോയിൻ്റ് ആക്കി വരയ്ക്കുക. അത് മൊത്തത്തിൽ ഈ വര ഉണ്ടാവില്ല, നമുക്ക് ലാസ്റ്റ് കുറച്ച് മായ്ച്ച് കളയാം, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നാല് കോണായില്ല ശരിക്കും. ഇത് നമുക്ക് ഒന്നും കൂടെ അതിനെ പകുതിയാക്കണം. അതിന് ഈ വൈറ്റ് റോസും കൂടെ വരുന്ന ഇവിടെ ഒന്നും കൂടെ അതിനെ പകുതിയാക്കണം. അത് കറക്റ്റ് ഇങ്ങനെ ഇവിടെ സെൻറ്ററിൽ വെച്ചിട്ട് ഈ ഒരു കോണിലേക്ക് വെക്കുക. ഇവിടെ ഒരു കോണ് വരുന്നുണ്ടല്ലോ, ഇതിലേക്ക് കറക്റ്റ് വെക്കുക. ഇത് കണ്ടോ, ഇതിങ്ങനെ കോണിങ്ങനെ കറക്റ്റ് കണക്റ്റാക്കി വരച്ചപ്പോൾ തന്നെ നമുക്കെല്ലാം കിട്ടി. ഈ യെല്ലോ ഇടാനുള്ളതും ഈ ഗ്രീൻ ഇടാനുള്ളതും അടുത്ത് എല്ലാം നമുക്ക് കണക്റ്റാക്കി വരച്ചപ്പോൾ അത് സിമ്പിളാണ്. ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ ആർക്കും വരയ്ക്കാൻ പറ്റുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് മൊത്തം കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഇത് ഇറേസർ വെച്ചൊന്ന് മായ്ച്ച് തരാം, അപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതിലൊരു പച്ച കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ച കളർ കിട്ടണമെങ്കിൽ മാവിൻ്റെ ഇല പൊടിക്കുക. മാവിൻ്റെ ഇല നല്ല പച്ച ഇല എടുത്തിട്ട് മാവിൻ്റെ ഇലേൻ്റെ തണ്ട് ഉണ്ടാവില്ല, ആ തണ്ട് മാത്രം കളഞ്ഞിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ നല്ല പൗഡറായിട്ട് കിട്ടും. നമുക്ക് ശരിക്കും പച്ച ബോട്ടൊക്കെ കൊടുക്കാൻ അകത്തിടാനൊക്കെ നല്ല സൗകര്യമാണ്. ഇനി കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് അത് മായ്ക്കുന്നത്. ഇത്രയാണ് അത് വരിക. ഇതിൽ ഇത്രയും നമുക്ക് ഇവിടെ വരെ എല്ലാം വരിക. ഈ ഒരു കോണ് ഗ്രീൻ വരും, പിന്നെ ഇതിൽ വീണ്ടും യെല്ലോ വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ റൗണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് കൂടെ നമുക്ക് ഇതിലില്ലാത്തൊരു കളറൊക്കെ ഇവിടെ മിക്സ് ചെയ്ത് വേറെ കളറൊക്കെ കൊടുക്കുക. റോസോ അല്ലെങ്കിൽ ബ്ലാക്കൊക്കെ നമുക്കിവിടെ ഇതിൽ കൂടെ വേറെ റൗണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ പൂക്കളം സിമ്പിൾ തന്നെയാണ്. ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ ആർക്കും വരയ്ക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു പൂക്കളമാണ്. അപ്പോൾ ഓണത്തിനേക്കായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇപ്പോൾ ഈ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ പൂക്കളത്തിൻ്റെ തന്നെ വേറെ വീഡിയോ ഉണ്ട്, പൂക്കളം എങ്ങനെ വരയ്ക്കാൻ. പിന്നെ കുറേ പൂക്കളം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പൂക്കളങ്ങളുള്ളൊരു വീഡിയോ ഉണ്ട്. പിന്നെ അടിപൊളി മുല്ലപ്പൂവ് എങ്ങനെയായിട്ട് നല്ല അടിപൊളി മുല്ലപ്പൂവ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടത്തിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, കമൻറ്റിൽ രേഖപ്പെടുത്തുക, എന്താണ് നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പം മാവിൻ്റെ ഇല എങ്ങനെ പൊടിക്കരുത് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.